വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ ഈ ചലഞ്ച് എന്ത് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഗോൾ കീപ്പർ പഠിച്ചത് അതോടൊപ്പം ബൈസൈക്കിൾ കിക്ക് പഠിച്ചത് അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ ഇതൊന്നും ഗുളികളൊന്നും ഇടട്ടെ. ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ നമ്മളിപ്പം അത് അത്യാവശ്യം ഫോഴ്സിലാണ് പിടിക്കേണ്ടത്. ഏറിയ ഫോഴ്സിലാണ് ചിലപ്പോൾ പൊങ്ങിയൊക്കെ അറിയാം. പൊങ്ങി വരുമ്പോൾ നമ്മൾ എന്താണ് കാട്ടേണ്ടി വരും? പൊങ്ങി വരുമ്പോൾ നമ്മൾ വെച്ചേ ചാടം അതും കൂടെ ഭയങ്കര തട്ടുക. അപ്പോൾ പൊങ്ങി തെറിച്ചു ഞാൻ എടുത്തത് നമ്മൾ ഇങ്ങനെ ആക്കൂലേ. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു 10 തട്ട ഞാൻ അങ്ങനെ പിടിക്കുക. അപ്പോൾ അത് വരാൻ പറ്റില്ല. നമ്മൾ എങ്ങോട്ടോ ശ്രദ്ധ വെക്കും. നമ്മൾക്ക് ശ്രദ്ധ എങ്ങോട്ടോ വെക്കും. അപ്പം അത് നമ്മൾ ഇതാക്കണം. ആ ശ്രദ്ധ നമ്മൾ ഇതാക്കണം. നമ്മൾ ശ്രദ്ധ അങ്ങോട്ടോ ആക്കും. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ അപ്പം നമ്മൾ ഇങ്ങനെ തട്ടിടണം. അടിക്കൊറ്റ ഫോഴ്സിലാണ് പോകേണ്ടത്. എങ്ങനെയാണ് ബൈസൈക്കിൾ എന്നുണ്ടെങ്കിൽ ബൈസൈക്കിൾക്ക് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു. ഞാൻ അടുത്തതായിട്ട് പറഞ്ഞാൽ ബൈസൈക്കിൾ കിക്കാണ്. ബൈസൈക്കിൾ എങ്ങനെയാണ് അടിച്ചേണ്ടത്? ബൈസൈക്കിൾ നമ്മൾ ഇതിൻ്റെ റൂമായിട്ട് ഞാൻ അങ്ങനെ അടിച്ചില്ല. ഇങ്ങനെ ആക്കി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ. ഞാൻ ഇതൊക്കെ കാണിക്കാം. ഇങ്ങനെ നമ്മൾ അടിച്ചെങ്കിൽ അതിപ്പം എല്ലാം അടിച്ചു. എനിക്ക് ശരിക്കും ബൈസൈക്കിൾ പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തരും. ഇന്ന് ജഗ്ലിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടിച്ചിട്ടുണ്ടേ ഇങ്ങനെ ബാക്കൗട്ട് അടിച്ചു. ഇങ്ങനെ ബാക്കൗട്ട് അടിച്ചാൽ ഇങ്ങനെ വാശി പഠിച്ചാൽ നമ്മൾ കുറേ വട്ടം ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. എന്നിട്ട് പിന്നെ നമ്മൾ എണീച്ചുന്നുണ്ട് ഒറ്റ അടി അടിക്കുക. ഒറ്റ അടിച്ച അങ്ങനെയാണ് പിന്നെ ബൈസൈക്കിൾ. സിസർ എന്ന് വെച്ചാൽ സിസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചാണ്ട് ഇങ്ങനെ അടിച്ചാൽ അതല്ല ശരിക്കും സിസർ എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഇത് കാണിച്ചത് കമൻറ്റ് ബോക്സിൽ കുറേ പറയുന്നത് സിസർ എങ്ങനെ അതാ സിസർ അടിച്ചത് ശരിക്കും കാണിച്ചാ വയസ്സൈക്കിളിൻ്റെ പോലുണ്ട്. പക്ഷെ കുറച്ചൊന്നും ഇങ്ങോട്ട് ചെരിയണം, കുറച്ചൊന്നും ഇങ്ങോട്ട് ചെരിയണം. യൂട്യൂബ് നോക്കി കണ്ടതാണെങ്കിൽ പിന്നെ സീസൺ അങ്ങോട്ട് അറിയാം. അതാരെന്തും വിചാരിച്ചത് സീസൺ മതിയായിട്ട് അറിയില്ല. ഏകദേശം രീതിക്കൊക്കെ അടിച്ചത് ഇങ്ങനെ എത്തിയാൽ പോകാൻ മതി. അങ്ങനെ അടിച്ചാൽ നിങ്ങൾ ചെയ്യാൻ പോകണ ഇതാണ് ഇങ്ങനെ ജഗ്ഗിലെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ജഗ് എടുക്കുക. അങ്ങനെയല്ല തെറ്റി ഇങ്ങനെ കാലിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. നമ്മുടെ കാലില്ലേ പതിന് തെച്ച് ചെയ്ത് പിടിച്ചാൽ എന്നിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊന്നിട്ട് എടുക്കുക. ഇങ്ങനെയാണ് ജഗ്ഗിൽ. ഇതൊന്നും ജഗ്ഗിൽ എടുക്കാൻ കഴിഞ്ഞാത്തോണ്ട് അങ്ങനെ ജഗ്ഗിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതേ ജഗ്ഗിൽ ചെയ്യാൻ പറ്റും. പിന്നെ ജഗ്ഗിൽ എങ്ങനെയാണ് പറിച്ചെങ്കിൽ നമുക്ക് തട്ടുക ഒരു പിടിച്ചാ നമുക്ക് തട്ടുക. എങ്ങനെയോ എങ്ങനെയാണ് നമ്മൾ ജഗ്ഗിൽ ചെയ്യാൻ പഠിച്ചത്. കുറേ വട്ടം ഇങ്ങനെ പിടിച്ചാ അങ്ങനെ അത് കുറേ വട്ടം. അപ്പോൾ നമ്മൾ ജഗ്ഗിൽ ചെയ്യാൻ പഠിച്ചു. ഇനി ഈ രീതിയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ബാസ്കറ്റ് ബോളും അറിയാം. ബാസ്കറ്റ് ബോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറുതെ ഞാൻ ഫുട്ബോളിൻ്റെ ബാസ്കറ്റ് ബോൾ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞ പന്ത് ഫുട്ബോൾ അതിൻ്റെ കുറച്ച് കാര്യമുള്ളൂ. നമ്മളിപ്പോൾ അറിയുന്നത് തരാം. അല്ലേ നമ്മൾ ഇപ്പോഴത്തെ ഞാൻ ചെയ്യണം. എങ്ങനെയാണ് ജഗ്ഗിലേക്ക് നിരത്താക്കി ഇങ്ങനെ എന്നിട്ട് അങ്ങനെ ജഗ്ഗിൽ എടുക്കുക. ഇങ്ങനെ ജഗ്ഗിൽ എടുക്കുന്നതൊക്കെ അതാണ് ശരിക്കും ജഗ്ഗിൽ. ഇങ്ങനെ എപ്പോഴും എന്നിട്ട് ഇങ്ങനെ മുന്നിക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ
കാണിച്ചാൽ ഇതാണെന്തോ ഞാനിത് പാർക്കറ്റാ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളില്ലേ ഞാനിപ്പോൾ പാർക്കറ്റ് പോലെ വെച്ചു അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കയറിപ്പിച്ചാൽ നമ്മൾ ചേർന്ന് നോക്കുക അത് ഉണ്ടാവും പിന്നെ ഇങ്ങനെ നല്ല പോസ് ചെയ്യും ഇപ്പോൾ നിലത്തുനിന്ന് നമ്മൾ അടിച്ചേണ്ടി അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇതാണ് ഫോണ് ഇതിൻ്റെ ഫോണാണ് ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോൺ തുറന്ന് ഞാനത് അല്ല എന്താ നിങ്ങൾക്ക് ഫോണുണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇതാണ് എൻ്റെ ഫോണ് ദിസ് ഈസ് മൈ ഫോൺ ഓക്കെ ഇതിൻ്റെ ഫോണ് എല്ലാവരും കാണില്ലേ എന്തിൻ്റെ ഫോണാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും അറിയാം എൻ്റെ ഫോണാണെന്ന് പിന്നെ ഇതാണ് എൻ്റെ ഫോട്ടോ ഉണ്ട് ഇതിൽ കാണണ്ടോ എനിക്കറിയില്ല ഞാനിതൊന്ന് തുറന്നാക്കില്ല തുറന്ന് പാസ്വേഡ് നിങ്ങൾക്ക് എത്ര അറിയാമില്ല അങ്ങനത്തെ നമ്മൾ ഇതൊക്കില്ല അല്ലേ നമ്മളെ ഫ്രീ ഫയർ ഉണ്ട് എന്തൊക്കെ ഗെയിം പറഞ്ഞത് പിന്നെ എന്തൊക്കെ ഗെയിമുണ്ട് കുറേ എസെൻസ് ഉണ്ട് ഫ്രീ ഫയർ മാക്സ് ഉണ്ട് മൈൻക്രാഫ്റ്റ് ഉണ്ട് പബ്ജി ഉണ്ട് സ്കോർ സ്റ്റാർ ഉണ്ട് സബ്വേ സർഫ് ഉണ്ട് അങ്ങനത്തെ ഗെയിമൊക്കെ ഉണ്ട് ഇതിൽ നെറ്റൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ ഫോണ് നമ്മൾ പഠിപ്പിക്കാൻ പോണ കാര്യം ഇതൊരു പന്തിരാച്ച നമുക്ക് ക്ലാമ്പിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിക്കും നമ്മൾ ഇങ്ങനെ നമ്മൾ നമ്മൾ ഇതാണല്ലേ ഇങ്ങനെ ആക്കിയിട്ട് ഇതോടെ നമ്മൾ വീഡിയോ ആക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ